അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഏരിയ. ഐസെൻട്രോപിക് ഫ്ലോയിലെ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും എന്തിന് ചോദിക്കുന്ന ഡെറിവേഷൻ ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഇൻ ഐസെൻട്രോപിക് ഫ്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഏരിയ വേരിയൻ ഡക്റ്റാണ്. ഐസെൻട്രോപിക് ഫ്ലോ എന്ന് കേൾക്കുമ്പോഴേ നമ്മളൊരു ഏരിയ വേരിയൻ ഡക്റ്റ് കൺസിഡർ ചെയ്തു. ഇതിൽ ഒരു മാസ് ഫ്ലോ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൺട്രോൾ വോളിയം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു റീജിയൻ ഇൻ സ്പേസ് കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾ വോളിയമാണ്. ഈ കൺട്രോൾ വോളിയത്തിന് ഒരു ഇൻലെറ്റ് സെക്ഷനും ഔട്ട്ലെറ്റ് സെക്ഷനും ഉണ്ട്. അപ്പോൾ ഇൻലെറ്റ് സെക്ഷനിൽ കൂടെ ഔട്ട്ലെറ്റ് സെക്ഷനിൽ കൂടെ നടക്കുന്ന മാസ് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻ വെച്ചിട്ട് the properties will be density rho, pressure P, temperature T and the enthalpy H. Here the properties will be pressure P plus dP, density rho plus d rho, temperature T plus dt, enthalpy H plus dH, and of course the area will be varying. Here the area is actually A, here the area will be A plus dA. We have to calculate, we have to find an expression for knowing the variation of Mach number with respect to the variation of area. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് ദ കൺസിഡറേഷൻ ഓഫ് മാസ് ഇക്വേഷൻ, ദറ്റ് ഈസ് എം ഡോട്ട്. ഫസ്റ്റ് ഗവേണിംഗ് ഇക്വേഷൻ ദറ്റ് ഈസ് എം ഡോട്ട് ഈസ് ഈക്വൽ ടു റോ എ ഇൻറ്റു വി. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. റോ എ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സാധനം എനിക്കറിയാം. അപ്പോൾ ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന് ആദ്യം ലോഗ് എടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മൾ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ലോഗ് റോ പ്ലസ് ലോഗ് എ പ്ലസ് ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗ് കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ലോഗ് റോയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/ρ. പക്ഷേ റോയുടെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി അതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/ρ ഇൻറ്റു ഡി റോ എന്ന് കിട്ടും. പ്ലസ് ലോഗ് എയുടെ എന്ത് കിട്ടും? dA/a എന്ന് കിട്ടും. ലോഗ് വിയോ 1/v ഇൻറ്റു ഡി വി. ദാറ്റ് മീൻസ് പ്ലസ് എന്താണ്? dv/v. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ അത് ഫസ്റ്റ് ഇവിടെ അത് അത്രയും മാറ്റി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളവിടെ മാറ്റി വെച്ചു. രണ്ടാമത്തെ നമ്മളെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ h+v²/2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ h+v²/2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ dh പ്ലസ് 1/2 എനിക്കിവിടെ ഉണ്ട്. v² ഡെറിവേറ്റീവ് 2v ഇൻറ്റു എന്ത് ചെയ്യണം? dv. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ഞാൻ എന്തെന്ന് പറഞ്ഞു? 0 എന്ന് പറഞ്ഞു. ഇത് രണ്ടും എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അവിടെ നമുക്ക് എന്ത് കിട്ടും? dh പ്ലസ് v dv ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മുടെ TDS ഇക്വേഷൻ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. TDS ഇക്വേഷൻ വിച്ച് യു ഹാവ് സ്റ്റഡീഡ് ഇൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ പഠിച്ച TDS ഇക്വേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. TDS ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ TDS ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ അറിഞ്ഞുകൂടെ കാണാൻ പഠിക്കുക. നമുക്ക് ഇനി എല്ലാ മോഡ്യൂൾസിനും വേണ്ടതാണ്. dH മൈനസ് VdP എന്നാണ്. പക്ഷേ ഡെൻസിറ്റിയുടെ കേസിൽ സ്പെസിഫിക് വോളിയം വിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? v ഈസ് ഈക്വൽ ടു 1/ρ എന്ന് കൊടുക്കാം. അതിവിടെ കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പം TDS ഈസ് ഈക്വൽ ടു dH മൈനസ് dP/s. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്കറിയാം dH എൻതാൽപ്പി. ഓക്കെ, ഇവിടെ എൻട്രോപ്പി ചേഞ്ച് ഇല്ല, അതായത് ഐസെൻട്രോപിക് ഫ്ലോ ആണ്. അപ്പോൾ dS ഈക്വൽ ടു 0 ആണ്. അവിടെ നിന്ന് dH ഈക്വൽ ടു dP/ρ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും എന്ത് കിട്ടും? dH ഈസ് ഈക്വൽ ടു dP/ρ. ദിസ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഇതിലേക്ക് മാറാൻ പോവുകയാണ്. ഇവിടെ എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ DHൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനും നമ്മുടെ ഈ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് താരതമ്യം ചെയ്യാൻ പോവാം. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഈ ഒരു സാധനത്തിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dH ഈസ് ഈക്വൽ ടു -v dv എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആ -dv എന്ന് പറയുന്ന സാധനം ഞാൻ എടുത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ എന്ന് പറയുന്നത് -v dv ഈസ് ഈക്വൽ ടു dP/ρ എന്ന് കിട്ടും. ഇവിടെ dP/ρ ആണേ. ഇവിടെ നിന്ന് മാറിപ്പോരുത്. ഞാൻ ഇപ്പോൾ എഴുതിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ റോ പോലെയൊക്കെ ആയിപ്പോകും. ശ്രദ്ധിച്ചോണം, മാറി. അപ്പോൾ dv ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -dP/v ഇൻറ്റു റോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം. ഇനി ഈ ഒരു സംഭവം നേരെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് ഇവിടെ ഒരു dvയുടെ ടേം ഉണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ബിക്കംസ്, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാവും? d/ρ പ്ലസ് dA/a മൈനസ് dvയുടെ സ്ഥലത്താണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് എന്ന് വരും dP/v ഇൻറ്റു റോ
പിന്നെ ഡിവൈഡഡ് ബൈ വിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ സ്ഥലത്ത് വി സ്ക്വയർ വരും. ഈക്വൽ ടു എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് വേണ്ട ഡി എ ബൈ എ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഡി എ ബൈ എ കണ്ടുപിടിക്കുക, ബാക്കി രണ്ടും അപ്പുറത്ത് കൊണ്ടുപോകാം. ഫ്രം ദിസ് ഇക്വേഷൻ ഡി എ ബൈ എ ഈക്വൽസ് ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് ഡി പി ബൈ വി സ്ക്വയർ ഇൻറ്റു റോ, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഡി റോ ബൈ റോ. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പുറത്തെടുക്കാൻ പോകുന്ന സാധനം ഈ ഡി പി ബൈ റോ വി സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റർലി ഇങ്ങ് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഡി പി ബൈ റോ വി സ്ക്വയർ എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് അതും കൂടെ അങ്ങ് ഇവിടെ എഴുതാം അല്ലേ. ഡി എ ബൈ എ ഈക്വൽസ് ഡി പി ബൈ റോ വി സ്ക്വയർ. ഇത് ഇവിടെ എന്തൊരു 1 മൈനസ് ഇവിടെ 1 വരും. ഇവിടെ എന്താണ്? ഡി പി ബൈ റോ ഇൻറ്റു തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ എന്ത് കിട്ടും? റോ സ്ക്വയർ വി സ്ക്വയർ ബൈ റോ ബൈ ഡി പി എന്ന് കിട്ടും. അപ്പോൾ അവിടെ സാധനം ഇല്ലാത്തതുകൊണ്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ എടുത്തിട്ട് കളയാം? റോയും വെട്ടിക്കളയാം. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് ഒന്ന് ഡി പി യു ഒന്ന് ഡി റോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എഴുതുമ്പോഴത്തേക്ക് അണ്ട ഇവിടെ ഉള്ളത് ഡി റോ ആയിരുന്നു. വേണ്ട എഴുതുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ചോളണം. ഡി പി ആയിരുന്നു ഡി റോ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പി റോയൊക്കെ എഴുതുമ്പോഴത്തേക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഡി റോ ആയിരുന്നു. അപ്പോൾ ഡി റോ ഉണ്ട്, ഇവിടെ വി സ്ക്വയർ ഉണ്ട്, പിന്നെ എന്താണ്? ഡി പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി എ ബൈ എ ഈസ് ഈക്വൽ ടു ഡി പി ബൈ റോ വി സ്ക്വയർ 1 മൈനസ് വി സ്ക്വയർ ഇൻറ്റു അതാണ് അടുത്ത് എന്തുണ്ട്? ഡി റോ ബൈ ഡി പി എന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഇതറിയാലോ എന്താ സാധനം. അതായത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് ആ സാധനം. എന്തായിരുന്നു അതായത് എ അക്വസ്റ്റിക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി പി ബൈ ഡി റോ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി റോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി റോ ബൈ ഡി പിക്ക് 1 ബൈ എ സ്ക്വയർ എന്ന് കൊടുത്തൂടെ. അപ്പോൾ 1 ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി റോ ബൈ ഡി പി. ആ സാധനം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇക്വേഷൻ ബിക്കംസ് ഡി എ ബൈ എ ഈക്വൽ ടു ഡി പി ബൈ റോ വി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ മാറും. ഡി എ ബൈ എ ഈക്വൽസ് എന്തെന്ന് കിട്ടും? ഡി പി ബൈ റോ വി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക്. അപ്പോൾ 1 ബൈ മൈനസ് വി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മാക് നമ്പർ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം? വി ബൈ എ. അപ്പോൾ വി സ്ക്വയർ ബൈ എ സ്ക്വയറിന് വരെ എം സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ഡി എ ബൈ എ ഈക്വൽസ് എന്താണ്? ഡി പി ബൈ റോ വി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ ഡി പി ബൈ റോ വി സ്ക്വയറിനും കൂടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. ഡി പി ബൈ റോ വി സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വേറെ എവിടെയെങ്കിലും ഇവിടെ ഡി പി ബൈ റോ വി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ വേണ്ട എന്താ? ഡി പി ബൈ റോ വി സ്ക്വയർ. ഡി പി ബൈ റോ വി സ്ക്വയറിന് വേണ്ട ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിനെ അങ്ങ് മാറ്റിയാൽ മതി. ഡി പി ബൈ റോ വി സ്ക്വയറിന് ഇപ്പം മൈനസ് ഡി പി ബൈ റോ വി സ്ക്വയർ. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം? ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു വേരിയേഷൻ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് അറിയോ? ഈ ഡി പി ബൈ റോ വി സ്ക്വയറിന് ഞാൻ എഴുതുന്നത് മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഡി പി ബൈ റോ വി കിട്ടും. ഇവിടെ ഡിനോമിനേറ്റർ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഡിനോമിനേറ്റർ അപ്പോൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് ഡി പി ബൈ റോ വി സ്ക്വയറിന് പകരം മൈനസ് ഡി വി ബൈ വി എന്ന് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? മൈനസ് ഡി വി ബൈ വി ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ ഈ മൈനസ് കൊണ്ടങ്ങ് ബ്രാക്കറ്റിനകത്തേക്ക് കയറിയാൽ ഡി എ ബൈ എ ഈക്വൽസ് ഇതിനകത്തോട്ട് വരുമ്പം എം സ്ക്വയർ മൈനസ് 1 പുറത്ത് ഡി വി ബൈ വി. ദിസ് ഈസ് ദ ഇക്വേഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ ഇൻ ഐസെൻട്രോപിക് ഫ്ലോ. ഇനി ഇത് ചുവട് പിടിച്ച് നമ്മൾ എന്താണ്? ഷേപ്പ് ഓഫ് നോസിൽ ആൻഡ് ഡിഫ്യൂസർ, ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് നോസിലിൻ്റെ ഷേപ്പ്? നമുക്ക് എങ്ങനെ വരും എന്നുള്ളതാണ്. നോസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് എന്തെന്ന് പറയേണ്ടി വരും? യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഇൻക്രീസിങ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. അതായത് ഒരു വെലോസിറ്റി ഓഫ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോസിൽ ഉപയോഗിക്കുന്നത്. അതായത് മാക് നമ്പർ എന്ന് പറയുന്നത് വിൽ ബി ഇൻക്രീസിങ്. മാക് നമ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. മാക് നമ്പർ വലുതായിക്കൊണ്ടിരിക്കും.
അപ്പം വെലോസിറ്റി ഓഫ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് നോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അവിടെ സംഭവിക്കുന്നത് വെലോസിറ്റി കൂടണമെങ്കിൽ കൈനറ്റിക് എനർജി കൂടണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് കൺവേർട്സ് പ്രഷർ എനർജി ഇൻടു കൈനറ്റിക് എനർജി. അത് കൈനറ്റിക് എനർജി ആയിട്ട് പ്രഷർ എനർജി കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. വെലോസിറ്റി കൂട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ നടക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഷേപ്പ് ഓഫ് നോസിൽ പറയുമ്പോൾ ഇത്ര മാത്രം ആലോചിക്കാം. ഇപ്പോൾ ഒരു സബ്സോണിക് ഫ്ലോ ആണ് നമുക്ക് വരുന്നത്. ദ ഫ്ലോ ഈസ് സബ്സോണിക് ഫ്ലോ ആണ് എനിക്ക് വരുന്നത്. സബ്സോണിക് ഫ്ലോയുടെ കേസിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക് നമ്പർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ മാക് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുന്നാൽ മാക് നമ്പർ ഈസ് ഈക്വൽ ടു V/A. മാക് നമ്പർ ലെസ് ദാൻ 1 ആവണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടുതലും ന്യൂമറേറ്റർ ചെറുതായിരിക്കണം. അപ്പോൾ V എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും A. അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ അക്വസ്റ്റിക് വെലോസിറ്റി ഓർ സൗണ്ട് വെലോസിറ്റി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് ഈ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ എഴുതി കഴിഞ്ഞാൽ ഏരിയ വേരിയേഷൻ ഇക്വേഷൻ DA/A ഈക്വൽസ് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, dV/V ഇൻറ്റു m²-1 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ, വേർ m ഈസ് ദ മാക് നമ്പർ. സിൻസ് നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടത്, സിൻസ് m ഈസ് ലെസ് ദാൻ 1, m 1-നെക്കാട്ടി ചെറുതാണല്ലോ. ഇവിടെ ഒരു പോയിൻറ്റ് സംതിങ്ങേ വരത്തുള്ളൂ വാല്യൂ. ഈ പോയിൻറ്റ് സംതിങ് എന്ന് പറയുന്നത് 1-നെക്കാട്ടി ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ചെറുതെന്ന് വലുത് കുറച്ചാൽ എന്തായാലും അവിടെ എന്തേ വരത്തുള്ളൂ, നെഗറ്റീവ് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പോകും, നെഗറ്റീവ് വാല്യൂ ആയിട്ട് പോകും. പക്ഷേ dV/V എന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ് പോസിറ്റീവ്. അത് എപ്പോഴും എന്തായേ പറ്റൂ, പോസിറ്റീവായ കേസ് പറ്റൂ. ഇൻ ദ കേസ് ഓഫ് എ നോസൽ. കാര്യം എന്താ, അതിൽ വെലോസിറ്റി കൂടെ ചെയ്യാവും. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓവർ V എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഈ വാല്യൂ എന്ന് പറയുന്നത് വൈസ് എന്താവണം, പോസിറ്റീവ് ആവണം. കാര്യം വെലോസിറ്റി കൂട്ടുന്ന സാധനമാണ് നമ്മുടെ നോസൽ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ വരാൻ പാടുള്ളൂ, നെഗറ്റീവ് വരാൻ പാടില്ല. വെലോസിറ്റി ഷുഡ് ബി ഇൻക്രീസിങ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോഴും ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, പോസിറ്റീവ് വാല്യൂ വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ടേമിൽ ഈ സാധനം നെഗറ്റീവായി. dV/Vയുടെ ആൻസർ പോസിറ്റീവ് വരണമെങ്കിൽ DA/A എന്ന് പറയുന്ന സാധനം എന്തായേ പറ്റൂ, നെഗറ്റീവ് ആയേ പറ്റൂ. ദെയർഫോർ DA/A എന്ന് പറയുന്നത് ഷുഡ് ബി നെഗറ്റീവ്. എന്നാലോചിക്കുക, ഇത് DA/D നെഗറ്റീവ് ആയില്ലെങ്കിൽ, ഇത് മാക് നമ്പർ ലെസ് ദാൻ 1-ൻ്റെ കേസിൽ m²-1 എന്ന് പറയുന്ന ടൈം നെഗറ്റീവ് ആവും. ഇത് പോസിറ്റീവായി നിന്നാൽ dV/V വാല്യൂ കണ്ടുപിടിക്കുമ്പം ഈ നെഗറ്റീവും ഈ പോസിറ്റീവോട് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് വെലോസിറ്റി കുറയുന്ന വാല്യൂ കിട്ടും. ഒരിക്കലും വെലോസിറ്റി കുറയത്തില്ല നോസിലിൻ്റെ കേസിൽ. ദെയർഫോർ ദ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഓവർ എ പർട്ടിക്കുലർ ഏരിയ, നമ്മളൊരു ചേഞ്ച് ഇൻ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് അത് എന്ത് വരണം, നെഗറ്റീവ് വരണം. ചേഞ്ച് ഇൻ ഏരിയ അല്ലെങ്കിൽ DA/A എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരണം. മീൻസ് ഏരിയ കുറയണം. ഏരിയ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. ദെയർഫോർ നമ്മൾ പറയും ഇറ്റ് വിൽ ബി എ കൺവേർജിങ് ടൈപ്പ്. അതൊരു കൺവേർജിങ് ടൈപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഏരിയ കുറഞ്ഞു വരണം. അതായത് ഇനി നമ്മളെന്ന് പറയും കൺവേർജിങ് നോസിൽ എന്ന് പറയും. കാരണം ഇവിടുത്തെ ഫ്ലോ എന്ന് പറയുന്നത് എന്തായതുകൊണ്ട് മാത്രമാണ്, സബ്സോണിക് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ സബ്സോണിക് ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോൾ മാക് നമ്പർ ലെസ് ദാൻ 1 ആണ്, ഇങ്ങോട്ട് പോകുമ്പം വെലോസിറ്റി എന്ത് ചെയ്യുന്നത് പറയാം, ഇൻക്രീസ് ചെയ്യുന്നത് പറയാം. ഏതുവരെ പോകുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇത് സബ്സോണിക് ഫ്ലോയുടെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സപ്പോസ് ഇനി നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൂപ്പർസോണിക് ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർസോണിക് ആണെങ്കിൽ മാക് നമ്പർ വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതും DA/A. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളതാണ്, ചുമ്മാ ഇത് മാത്രം എഴുതി വെച്ചാൽ മാർക്കൊന്നും കിട്ടില്ല. DA/A ഈസ് ഈക്വൽ ടു dV/V ഇൻറ്റു എന്തെന്ന് കിട്ടി, m²-1 ആണ് നമ്മുടെ ഇക്വേഷൻ. ദിസ് ടേം വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സിൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദ ടേം m²-1 എന്ന് പറയുന്നത് നെഗറ്റീവ് വരത്തില്ല, പോസിറ്റീവ് വരത്തുള്ളൂ. 1-നെക്കാട്ടി വലിയ വാല്യൂ ആയതുകൊണ്ട് വലുതെന്ന് ചെറുത് കുറച്ചാൽ സ്ക്വയർ എടുത്ത് വലുതെന്ന് ചെറുത് കുറച്ചാൽ വലിയ പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. പക്ഷേ dV/V നമുക്ക് എന്ത് കിട്ടണം, ഷുഡ് ബി പോസിറ്റീവ്. ഇത് പോസിറ്റീവ് കിട്ടണം. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ സാധനവും പോസിറ്റീവ് ആയാലേ ഈ ഒരു dV/V എന്ത് കിട്ടത്തുള്ളൂ, പോസിറ്റീവ് കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, m²-1 ഒരിക്കലും പോസിറ്റീവേ ആവത്തുള്ളൂ. കാര്യം മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ് സൂപ്പർസോണിക്കിൻ്റെ കേസിൽ. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് dV/D എപ്പോഴും പോസിറ്റീവ് ആയി തന്നെ കിട്ടണമെങ്കിൽ
ഡി എ ബൈ എയും പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഏരിയ ഷുഡ് ബി ഇൻക്രീസിങ്. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതാ കൺവേർജിങ് ടൈപ്പ് നോസിൽ വെച്ചാൽ അത് നോസിൽ ആക്ഷൻ ചെയ്യത്തില്ല, ഏരിയ നേരത്തെ പോലെ ഈ സൂപ്പർസോണിക് ഫ്ലോ വരുമ്പോൾ ഏരിയ കുറച്ച് വെച്ചാൽ അത് നോസിൽ ആക്ഷൻ അല്ല ചെയ്യുന്നത്, അഥവാ വെലോസിറ്റി കൂടത്തില്ല. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലോ സൂപ്പർസോണിക്കാണ് ആയിട്ടിരിക്കണമെങ്കിൽ, ആ വെലോസിറ്റി ഹൈ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു ഡൈവേർജിങ് നോസിൽ വെക്കണം. ഇവിടെ വെലോസിറ്റി ഇൻക്രീസിങ് ആണ്, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഇപ്പോൾ ഒരു 1.2 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ മാക് നമ്പർ അതിനെക്കാട്ടി വലിയൊരു വാല്യൂ കിട്ടും, 1.5 കിട്ടപ്പോൾ. നിങ്ങൾ ഈ റോക്കറ്റിൻ്റെ ഒക്കെ താഴെ ഇരിക്കുന്ന നോസിൽ ആലോചിച്ച് മതി അല്ലേ, നോസിൽ എന്നൊക്കെ അല്ലേ പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതെന്താ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഡൈവേർജിങ് ടൈപ്പ് ഫ്ലോ ഈ സൂപ്പർസോണിക് അതിനകത്തൂടെ വരുന്ന ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർസോണിക് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സബ്സോണിക് ഫ്ലോയിൻ്റെ സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിലോ you have to use a converging diverging type nozzle. സബ്സോണിക് ഫ്ലോയിനെ സൂപ്പർസോണിക് ആവാൻ ഒരു കൺവേർജിങ് പിന്നെ ഒരു ഡൈവേർജിങ് ടൈപ്പ് ഫ്ലോ വേണം, നോസിൽ വേണം. അതെന്തിനാണ് അങ്ങനെ വേണ്ടത്? കാര്യം നമ്മളൊരു സബ്സോണിക്കാണ്, മാക് നമ്പർ ലെസ് ദാൻ 1 ആണ് കയറ്റുന്നത്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് അത് മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആവും, പിന്നെ നമ്മൾ ത്രോട്ട് എന്ന് വിളിക്കും. ഇവിടെ നിന്ന് ജസ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് തുടങ്ങിയാൽ അത് സൂപ്പർസോണിക് ആയി കഴിഞ്ഞു. സൂപ്പർസോണിക് ആയിട്ട് വീണ്ടും വെലോസിറ്റി കൂടണമെങ്കിൽ ഡൈവേർജിങ് പോർഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സൂപ്പർസോണിക് ഫ്ലോ കിട്ടും. ഈ മാക് നമ്പർ 1 ആയി കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അപ്പം ഈ ത്രോട്ടിൽ നമുക്ക് മാക് നമ്പർ എന്താണെന്ന് പറയാം, സോണിക് ആണെന്ന് പറയാം. അപ്പോൾ ഒരു കൺവേർജിങ് ഡൈവേർജിങ് ടൈപ്പ് നോസിൽ പഠിക്കുന്നത് അതുകൊണ്ടാണ്. ഫ്ലോയുടെ വെലോസിറ്റി വേരിയേഷൻ അനുസരിച്ച് അവിടെ എന്താണ് ഷേപ്പ് ഏരിയ കൂട്ടിയും കുറച്ചും കൊടുക്കണം. ഇൻ ദ കേസ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ, ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ഐസെൻട്രോപിക് ഫ്ലോ ഇൻ ത്രൂ എ വേരിയബിൾ ഏരിയ ഡക്ട്, ദ ഫ്ലോ ഷുഡ് ബി ഹാവിങ് എ പർട്ടിക്കുലർ velocity increase. If we are producing a subsonic flow under a converging passage and a supersonic flow under a diverging passage. അപ്പോൾ ഒരു കൺവേർജിങ് ഡൈവേർജിങ് നോസിലെടുത്ത് അതിൻ്റെ നടുക്ക് കുറച്ച് പോർഷൻ എന്തായിട്ട് നിൽക്കും, നോസിൽ ത്രോട്ടായിട്ട് നിൽക്കും. ഇറ്റ് വിൽ ബി ഹാവിങ് എ കോൺസ്റ്റൻറ്റ് ഏരിയ. അവിടെ ഏരിയയ്ക്ക് വേരിയേഷൻ ഒന്നുമില്ല. ഒരു പർട്ടിക്കുലർ കുറച്ച് സ്ഥലത്തേക്ക് നമ്മൾ കോൺസ്റ്റൻറ്റ് ഏരിയ പ്രൊവൈഡ് ചെയ്യും. ആ കോൺസ്റ്റൻറ്റ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഡൈവേർജിങ് പോർഷനിലേക്ക് അത് സൂപ്പർസോണിക് ആയിട്ട് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. സൂപ്പർസോണിക് ആയി ഇവിടെ കയറി കഴിഞ്ഞാൽ ബാക്കി ഏരിയ കൂട്ടി കൊടുക്കാതെ വെലോസിറ്റി കൂടില്ല, ഏരിയ കൂട്ടി കുറയ്ക്കാതെ വെലോസിറ്റി കൂടില്ല. വെലോസിറ്റി കുറയുന്ന സന്ദർഭങ്ങളുണ്ട്, കുറയുന്ന ഡിവൈസസ് ഉണ്ട്, കുറയ്ക്കുന്ന ഡിവൈസസ് ഉണ്ട്. അതിന് നമ്മൾ ഡിഫ്യൂസർ എന്ന് വിളിക്കും. ഡിഫ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ന് പറയാം, യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് വേണ്ട, ഇൻക്രീസിങ് പ്രഷർ എന്ന് പറയാം. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വേണമെങ്കിൽ റെഡ്യൂസിങ് നമുക്ക് എന്തെന്നും പറയാം, വെലോസിറ്റി എന്നും പറയാം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി ഉള്ള കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയാണ്, വെലോസിറ്റി വിൽ ബി ഇൻക്രീസിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സബ്സോണിക് ഫ്ലോയിൽ ഡിഫ്യൂസർ ആക്ഷൻ നടക്കണമെങ്കിൽ, മാക് നമ്പർ ലെസ് ദാൻ 1 നടക്കണമെങ്കിൽ, നമുക്ക് ഏരിയ വേരിയേഷൻ്റെ ഇക്വേഷൻ ഡി എ ബൈ എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ വി ഇൻറ്റു എം സ്ക്വയർ മൈനസ് 1 ആണ് ഇക്വേഷൻ. മാക് നമ്പർ ഒരു ഡിഫ്യൂസർ ആക്ഷൻ നടക്കുന്നതാണെങ്കിൽ ഫോർ ഡിഫ്യൂസർ നോസിലിന് ഡി വി ബൈ വി എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കണം, അതിന് വെലോസിറ്റി കൂടുന്നുണ്ട്, ഇവിടെ വെലോസിറ്റി കുറയണം. അതുകൊണ്ട് ഡി വി ബൈ വി എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക് നമ്പർ സബ്സോണിക് ഫ്ലോയിൽ എം സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എന്തേ വരത്തുള്ളൂ, നെഗറ്റീവ് വരത്തുള്ളൂ. കാര്യം ചെറിയ വാല്യൂ മൈനസ് വലിയ വാല്യൂ, ലെസ് ദാൻ 1 വരുന്ന കേസ് മാക് നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡി വി ബൈ വി നെഗറ്റീവ് വരണമെങ്കിൽ ഡി എ ബൈ എ എന്ന് പറയുന്നത് എന്തായേ പറ്റൂ, പോസിറ്റീവ് ആയേ പറ്റൂ. അഥവാ ഏരിയ കൂട്ടി കൊടുക്കണം, നേരെ തിരിച്ചു വേണം. നമ്മൾ സബ്സോണിക് നോസിൽ പഠിച്ചപ്പോൾ എങ്ങനെ പഠിച്ചേ, ഏരിയ കുറച്ച് കൊടുത്താൽ അവിടെ വെലോസിറ്റി കൂടുമെന്നാണ്. അപ്പോൾ ഡിഫ്യൂസർ ആക്ഷൻ നടക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് വെലോസിറ്റി കുറയണമെങ്കിൽ, ഒരു സബ്സോണിക് ഫ്ലോയിൽ ഏരിയ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ദ ഫ്ലോ വിൽ ബി എന്താണ്, റെഡ്യൂസിങ് വെലോസിറ്റി. അത് മാക് നമ്പർ വീണ്ടും കുറയും. ഇപ്പോൾ മാക് നമ്പർ ഇവിടെ 0.8 ആയിരുന്നെങ്കിൽ ഇവിടെ മാക് നമ്പർ വരുമ്പോൾ 0.5 ആവും. മാക് നമ്പർ വിൽ ബി ഡിക്രീസിങ്, ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ഫ്ലോ വിൽ ബി ഡിക്രീസിങ്. വെലോസിറ്റി ഫ്ലോ കുറയാണ്. അപ്പോൾ ഈ ഒരു കേസിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഡൈവേർജിങ്
നോസിൽ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് സബ്സോണിക് ഫ്ലോ കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമുക്ക് സൂപ്പർ സോണിക് ഫ്ലോയിലേക്ക് കിടക്കുകയാണെങ്കിലോ, ഒരു സൂപ്പർ സോണിക് ഫ്ലോ ആണെങ്കിൽ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ dA/A ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെഴുതും, dV/V ഇൻറ്റു m²-1 എഴുതും. dV/V എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കണം, നെഗറ്റീവ് ആവണം ഇൻ ദ കേസ് ഓഫ് എ ഡിഫ്യൂസർ. ഫോർ ബിക്കമിങ് dV/V നെഗറ്റീവ്, m²-1 വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സിൻസ് the flow is supersonic, Mach number will be always greater than 1. Therefore the term m²-1 will also be greater than 1. Therefore it will be a positive value. For making dV/V negative, dA/A should be negative. That means area should be decreasing. Since area is decreasing, the velocity will be reduced. അപ്പോൾ ഇവിടെ ഏരിയ കുറച്ച് കൊടുക്കണം. ദാറ്റ് മീൻസ് ഹിയർ വിൽ ബി ഹാവിങ് എ കൺവേർജിങ് ഡിഫ്യൂസർ കൺവേർജിങ് ആവും. ഇവിടെ എന്ത് കൊടുക്കും, സൂപ്പർസോണിക് കൊടുക്കും. സൂപ്പർസോണിക് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മാക് നമ്പർ എന്ന് പറയുന്നത് ഒരു 5 ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ 2. മാക് നമ്പർ കുറഞ്ഞു, വെലോസിറ്റി ഓഫ് ഫ്ലോ വിൽ ബി ഡിക്രീസിങ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഒരു നോസിൽ സബ്സോണിക് ആണെങ്കിൽ ഇതങ്ങ് സെറ്റായിട്ട് പഠിച്ചാൽ ബാക്കിയെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് പഠിക്കാം. ഇത് മാറിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്, ചോദിക്കും എക്സാം. സബ്സോണിക് ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂട്ടാൻ വേണ്ടി, നോസിൽ ആക്ഷൻ നടക്കാൻ വേണ്ടി ഏരിയ കുറച്ച് കൊടുക്കണം. അപ്പോൾ സൂപ്പർ സോണിക് ആണെങ്കിൽ വെലോസിറ്റി കൂട്ടണമെങ്കിൽ ഏരിയ കൂട്ടി കൊടുക്കണം. ഓക്കെ, ഇനി ഇത് നോസിലാണ്. സബ്സോണിക് നോസിൽ എന്ന് പറഞ്ഞാൽ ഏരിയ കുറയ്ക്കണം. അപ്പോൾ സബ്സോണിക് ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ ഏരിയ കൂട്ടണം. ഇനി സൂപ്പർസോണിക് നോസിൽ എന്ന് പറഞ്ഞാൽ ഏരിയ കൂട്ടി കൊടുക്കണം. അപ്പോൾ സൂപ്പർസോണിക് ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ ഏരിയ കുറച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂപ്പർസോണിക്ക് നമുക്ക് വെലോസിറ്റി കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ സൂപ്പർസോണിക്കിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഒരു സബ്സോണിക്കിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു കൺവേർജിങ് ഡൈവേർജിങ് ടൈപ്പ് തന്നെ നമുക്ക് വേണം ഡിഫ്യൂസർ. അതായത് ഇവിടെ ഒരു സൂപ്പർ സോണിക്കാണ് കയറുന്നതെങ്കിൽ, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 കയറുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് എന്തായി മാറും, ത്രോട്ട് കോൺസ്റ്റൻറ്റ് ഏരിയയിൽ മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1 അഥവാ സോണിക്കായി മാറും. വീണ്ടും സോണിക്കായി വെലോസിറ്റി കുറയാനുള്ളൊരു ടെൻഡൻസി തുടങ്ങുമ്പോൾ, വെലോസിറ്റി സബ്സോണിക്കിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഏരിയ കൂട്ടി കൊടുക്കണം. അതായത് ഇവിടെ സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും സബ്സോണിക്, അതായത് ഇവിടെ മാക് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് കൺവേർജിങ് ഡൈവേർജിങ് നോസിൽ എന്ന് പറയാം. ഇത്രയും പോർഷൻ കൺവേർജിങ് ആണ്. പിന്നെ ത്രോട്ട് വന്നു, പിന്നെ ഡൈവേർജിങ്. അപ്പോൾ ഇത് നമ്മളെന്ന് വിളിക്കും കൺവേർജിങ് ഡൈവേർജിങ് നോസിൽ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ നോസിൽ അലോങ് വിത്ത് ദ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ. അപ്പോൾ എഫക്റ്റ് ഓഫ് ഏരിയ വേരിയേഷൻ നമ്മൾ പറഞ്ഞതിന് ശേഷം, പറഞ്ഞു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ എന്ത് പറഞ്ഞത്, ഷേപ്പ് ഓഫ് നോസിൽ പറഞ്ഞത്, ഷേപ്പ് ഓഫ് ഡിഫ്യൂസർ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സെക്കൻഡ് മോഡ്യൂൾ തീരാറായി. ഇനി ഒരു 15-20 മിനിറ്റത്തെ വീഡിയോ കൂടെ ആകുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ തീരും. അതിൻ്റെ പ്രോബ്ലംസ് ഒരു 20-25 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അപ്പം എല്ലാ മോഡ്യൂൾസും ഇത്രയൊക്കെ ഉള്ളൂ. CFF ഇങ്ങനെ സംഭവമൊന്നുമല്ല, ഇങ്ങനെ സിമ്പിൾ ആണ്. പക്ഷേ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഇത്തിരി സമയം എടുത്തിരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും എഴുതുന്നു.